ന്റെ 33-ാമത്തെ പേജിൽ അടുത്ത പാരഗ്രാഫിൽ ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല അൽ ഹാഫിൽ അബുൽ ഖത്താബിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു വിവരവും കൂടി നമുക്ക് കാണാം. ഷാബാൻ മാസത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിൽ അബുൽ ഖത്താബ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഖാല അഹ്ലു തഅദീലി വത്തജ്രീഹ്, ഹദീസുകളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ശരിയായ ഹദീസുകളും തെറ്റായ ഹദീസുകളുമൊക്കെ വിവരിച്ചു തരുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലൈസഫി ഹദീസി ലൈലത്തുൻ നിസ്ഫി മിൻ ഷാബാന, ഷാബാനിന്റെ പകുതിയുടെ രാത്രിയെ സംബന്ധിച്ച് ഇല്ല ഹദീസു യസിഹു, സഹീഹായ ഒരൊറ്റ ഹദീസും. അതുകൊണ്ട് ഇപ്പോൾ തഹഫ്ഫളു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കുക, മിൻ മുഫ്തരി യർവീലക്കും ഹദീസം മൗലൂഅൻ യസൂഖുഹു ഫീ മാറദിൽ ഖൈരി, നന്മയുടെ രൂപത്തിൽ കള്ള ഹദീസുകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്ന, നല്ലതാണ് എന്ന് നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പേപ്പിക്കുന്ന സർവ കള്ളന്മാരുടെയും കള്ളത്തരങ്ങളിൽ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഫസ്തിമാലുൽ ഖൈരി, നല്ല കാര്യമാണ് എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങളെ ഉപയോഗപ്പെടുത്തൽ യംബഗി അൻ യകൂന മശ്റൂഅൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു കാര്യം നല്ലതാണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ശറഅാക്കി തരണം, നമുക്ക് പഠിപ്പിച്ചു തരണം. ഫൈദാ സഹ അന്നഹു കദിബുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അത് ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കളവാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖറജ മിനൽ മശ്റൂഇയ്യത്തി, അത് ശറഅാക്കപ്പെട്ടവയുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. വകാന മുസ്തഅമിലുഹു മിൻ ഖദമി ശൈത്വാനി, ഇത്തരം ഹദീസുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരും അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളോട് വല്ല കാര്യവും നിർദ്ദേശിക്കുന്ന ആളുകളുമൊക്കെ പിശാചിന്റെ സേവകന്മാരിൽപ്പെട്ടവരാകുന്നു. എന്തുകൊണ്ട്? ലിസ്തിഅമാലി ഹദീസൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻസിൽ ബിഹി മിൻ സുൽത്താനിൻ, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ഹദീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിൽ പുതിയ പുതിയ കാര്യങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പൈശാചികതയാണ്, പിശാചിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളൊക്കെ പിശാചിൻ്റെ സേവകരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഖത്താബ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂ ഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമിമ്മ അഹദസഉൽ മുബ്തദിഊന വഖറജു ബിഹി അമ്മാ വസമഹുൽ മുതശയ്യിഊന, മുബ്തദിഈങ്ങളായ ആളുകൾ, പുത്തൻ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു പ്രവർത്തനമാണ്. വജറൂ ഫീഹി അലാ സുനനിൽ മജൂസി, മജൂസികളായ ആളുകളുടെ ചര്യ പിൻപറ്റുകയും ചെയ്തതിൽപ്പെട്ടതാണ്. വത്തഖദൂ ദീനഹും ലഹുവൻ വലഇബൻ, അള്ളാഹു പഠിപ്പിച്ചു തന്ന ദീനിനെ ഉപയോഗപ്പെടുത്താതെ, മതചിട്ടകളെയും മതചര്യകളെയും ഉപയോഗപ്പെടുത്താതെ സ്വന്തം തോന്നിവാസത്തിനനുസരിച്ച് അവരവർക്ക് തോന്നിയതുപോലെ കളിയും തമാശയുമാക്കി ദീനിനെ മാറ്റിയ പുത്തൻവാദികളായ ചില ആളുകൾ നടപ്പിലാക്കിയ പുത്തൻ ആചാരത്തിൽപ്പെട്ടതാണ് അൽ വഖീദു ലൈലത്തുൻ നിസ്ഫി മിൻ ഷാബാൻ, ഷാബാൻ 15-ന്റെ രാത്രിയിൽ വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട്. വലം യസിക ഫീഹാ ഷൈഉൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ദിവസത്തിൽ വിളക്ക് കത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. വലാ നതഖ ബിസ്സലാത്തി ഫീഹാ വൽ ഇഖാദി, അന്ന് നിസ്കാരം നിർവഹിക്കണമെന്നോ വല്ല വിളക്ക് കത്തിക്കണമെന്നോ വിശ്വസ്തരായ ഒരു റാവിമാരും ഉദ്ധരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ കളിതമാശയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമാണ് ഇത്തരം പരിപാടികൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മജൂസികളുടെ ആചാരങ്ങളെയും മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളെയും ഒക്കെ ദീനിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പുത്തനാശയക്കാരും ദീനുകൊണ്ട് കളിക്കുന്ന ആളുകളുമാണ് ഇത്തരം വിളക്ക് കത്തിക്കുക എന്ന ഏർപ്പാട് തുടങ്ങിയത്. എന്തുകൊണ്ട്? വിളക്ക് എന്നത് മജൂസികളുടെ ആരാധ്യ വസ്തു ആയതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് കൂടി കടത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇത്തരം ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് മജൂസികൾ ഇസ്ലാമിലേക്ക് ഇത്തരം വിളക്ക് കത്തിക്കുന്ന ഏർപ്പാടുകളെ കടത്തിക്കൂട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു.